ഇന്നുണ്ടല്ലോ എനിക്ക് കുറച്ച് ചക്കപ്പഴവും കിട്ടി, പിന്നെ കുറച്ച് ഇടനേലയും കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന്. ഇത് പലയിടത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചക്കയടാന്നും കുമ്പിളപ്പം എന്നും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഇടുക്കിക്കാരി ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ശരത്തേൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടാണ്. ചക്ക വരട്ടിയിട്ട് മൈദയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. എൻ്റെ രീതിയിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിവിടെ ആവശ്യത്തിന് വലിപ്പമുള്ളൊരു പാത്രത്തിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഗോതമ്പ് പൊടി, മധുരത്തിന് ആവശ്യമായ ശർക്കര, ആവശ്യത്തിന് തേങ്ങ ചെരുവിയത്, ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് പഴുത്ത ചക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ഈ ശർക്കരക്കകത്തും തേങ്ങയ്ക്കകത്തും ചക്കപ്പഴത്തിനകത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കണക്കിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിളുണ്ടാക്കണം. കുമ്പിളുണ്ടാക്കാനായിട്ട് ഇടനേല എടുത്തതേണ്ട ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കണേ. ഇലയുടെ തുമ്പറ്റും ഇച്ചിരി നീണ്ടു കിടക്കുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നീണ്ടിരിക്കുന്ന ഈ വശം തേണ്ട ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരു ഇറുക്കിൽ വെച്ച് കുത്തി കൊടുക്കുക. നമുക്കിങ്ങനെ കോൺ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഈർക്കിൽ വെച്ച് കുത്തി കൊടുക്കുന്നത് ഊരിപ്പോകാണ്ടിരിക്കാനായിട്ടാണ്. അപ്പം നല്ല സേഫായിട്ട് അതിനകത്ത് തന്നെ ഇരുന്നോളൂ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഊരിപ്പോരും. പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഈർക്കിലൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അവർ ഇതാണ്ട് ഈ കാണുന്നത് പോലെ ഇലയുടെ തുമ്പറ്റത്ത് ഒരു കുഞ്ഞ് ഞെട്ടുണ്ടായിരിക്കുമല്ലോ, ആ ഞെട്ട് ഇതിലേക്ക് കുത്തി ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് നടന്നില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ ഇടനേലകളിലെല്ലാം ഈ ഫില്ലിങ്സ് നിറച്ചു കൊടുത്തു കേട്ടോ. ആ സമയപ്പോഴത്തേക്കും ഇഡ്ഡലി പാത്രത്തിൽ നന്നായിട്ട് ആവി കയറാൻ തുടങ്ങിയായിരുന്നു. ഇനി നമുക്ക് ഈ ഇടനേലയെല്ലാം ഈ ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് നിറച്ച് വെച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇടനേലയുടെ മണം അടുക്കള മൊത്തം നിറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്കിങ്ങനെ വെമ്പാൻ തുടങ്ങി. ഇത് തുറന്നിട്ട് കഴിക്കാനായിട്ട് കൊതിയായേ. തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആവി മുഴുവൻ എൻ്റെ മുഖത്തേക്ക് അടിച്ചിട്ട് ഇടനേലയുടെ മണം ഇങ്ങനെ മൂക്കിലേക്ക് കയറിപ്പോയി. എന്താ മണം! അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനിത് കഴിച്ചു നോക്കാവേ. അടുപ്പത്തൂന്ന് എടുത്തതേ ഉള്ളൂ, നല്ല ചൂടാണ് കേട്ടോ. പക്ഷെ കൊതി കാരണം ഞാൻ അടുപ്പത്തൂന്ന് തന്നെ വാരി തിന്നാൻ തുടങ്ങിയേ. കാരണം കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാൻ കുമ്പിളപ്പം കഴിക്കുന്നത്. എപ്പോഴും ഞാൻ കഴിക്കാറുള്ളത് ചക്ക വരട്ടി ഉണ്ടാക്കിയ ചക്കയുടെയാണ് കേട്ടോ. എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ നൊസ്റ്റാൾജി അടിച്ചു എനിക്ക്. അപ്പോൾ ആരൊക്കെയുണ്ട് കുമ്പിളപ്പം ഇഷ്ടമുള്ളവർ?